എൻ്റെ പേര് സുജാത. ഞാൻ വർക്കല ഇലകമൺ എന്ന ദേശത്തു നിന്നാണ് വരുന്നത്. ഞാൻ 24/11/2023 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് ആദ്യമായിട്ടുണ്ടായ അനുഭവമാണ്. ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാനൊരു ഹാർട്ടിൻ്റെ 2 ബ്ലോക്കുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് ആൻറ്റിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് തന്നെ ആശുപത്രിയിൽ അടുത്ത ദിവസം തന്നെ അഡ്മിറ്റ് ആവണം, ആൻറ്റിയോഗ്രാം ചെയ്യണം, 2 ബ്ലോക്കാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കൊണ്ട് എൻ്റെ തലയെ തൊടിയിച്ച് അച്ഛൻ കുരിശ് വെച്ച് തലയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും സൈത്ത് വെച്ച് തൊടാൻ തരുകയും ഞാൻ നെഞ്ചിൽ തൊടുകയും ചെയ്തതിന് ശേഷം അടുത്ത ദിവസം തന്നെ ഞാൻ ആശുപത്രിയിൽ പോവുകയും എക്കോ എടുക്കുകയും ECG എടുക്കുകയും TMT ടെസ്റ്റ് നടത്തുകയും ചെയ്തു. ഇതിലൊന്നും എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതെ എന്നെ രക്ഷിച്ച് എനിക്ക് TMT എല്ലാ ടെസ്റ്റുകളും ചെയ്തത്, ആൻറ്റിയോഗ്രാമും ചെയ്തില്ല, എനിക്ക് ഒന്നും ചെയ്തില്ല. എൻ്റെ ജോലിയെന്ന് പറയുന്നത് ഞാൻ ഒരു ഹരിതകർമ്മ സേനയാണ്. അപ്പോൾ 2 കൈയിലും ചാക്കും തൂക്കിയാണ് പോകുന്നത്. ഭയങ്കര കഷ്ടപ്പെട്ട ഒരു ജോലിയാണ്. ആദ്യമെന്ന് വെച്ചാൽ നിസ്സാരമായ പൈസ മാത്രമേ ഞങ്ങൾക്കുള്ളായിരുന്നു. ഇപ്പോഴാണ് നല്ല ശമ്പളമായത്. വീട് പോകുന്ന അനുസരിച്ചാണ് പൈസ. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ഹാർട്ടിൻ്റെ ഇത് വന്നപ്പോൾ എനിക്ക് ഈ 2 കൈയിലും തൂക്കിയെടുക്കാനും ഒക്കില്ല, പോവാനും ഒക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ കരയെ വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് എത്ര ഇത് വേണമെങ്കിലും ചെയ്യാം, എത്ര വേണമെങ്കിലും നടക്കാം, എല്ലാം ചെയ്യാം. മറ്റത് നടക്കാനും ഒന്നും പറ്റില്ല. അതേപോലെ തന്നെ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. എല്ലാ മാസത്തിലും അച്ഛൻ്റെ ധ്യാനം വന്ന് ഇവിടെ ഒരു ദിവസം വന്ന് കേൾക്കും. അതേപോലെ ഞാൻ ബൈബിള് വായിക്കും അരമണിക്കൂർ. എനിക്ക് ഉപവാസമുണ്ട്. ഉപവാസം എന്ന് വെച്ചാൽ എല്ലാ ശനിയാഴ്ചയും ഞാൻ ഉപവാസം എടുക്കും. ഉപവാസം വെറുതെ എടുക്കുന്നതല്ല, കാലത്തൊരു ചായ മാത്രമേ കുടിക്കാറുള്ളൂ. അല്ല, എനിക്ക് ശരീരം തളർന്ന് വീഴുന്നെങ്കിൽ കുഴയും എന്ന് കണ്ടാൽ മാത്രം ഒരു പഴവും എന്തെങ്കിലും 9 മണിക്കകത്ത് കഴിച്ചിരിക്കും. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് രാത്രി 9 മണിക്കാണ്. എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞ് ബൈബിളും വായിച്ച് സുഖമായിട്ട് വന്നിരുന്ന് കുറേ നേരം വിശ്രമിച്ചതിന് ശേഷമേ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. പക്ഷേ എനിക്ക് യാതൊരു അസുഖവും അതിനെപ്പറ്റി ഇന്ന് വരെ വന്നിട്ടില്ല. പിന്നെ ഞങ്ങളെ പ്രാർത്ഥനയെന്ന് വെച്ചാൽ വെളുപ്പാങ്കാലത്ത് 5:30 ഞാനും എൻ്റെ ഭർത്താവും ഒത്തിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. വൈകുന്നേരത്തും അത് തന്നെ, രാവിലെ അത് തന്നെ, ഒത്താണ് 2 പേരും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. അത് ഒരു ദിവസവും 1 മിനിറ്റ് താമസിച്ചാൽ എന്നെ വഴക്ക് പറയും. അതനുസരിച്ച് എന്നെ വിളിച്ചുണർത്തിയാണ് ഞങ്ങൾ 2 പേരും പ്രാർത്ഥിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഉപവാസത്തിൻ്റെ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും അറിയേണ്ടതാണ്, മാതാവ് എൻ്റെ മാതാവിൻ്റെ നീലത്തിരിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് 2 മാതാവായിരുന്നു. അത് ആ നീലത്തിരിയിൽ പ്രത്യക്ഷപ്പെട്ട് കറങ്ങുന്ന കണ്ടുകൊണ്ട് എൻ്റെ ചേട്ടനും കണ്ടിട്ട് ചേട്ടൻ പറഞ്ഞു, അമ്മ പ്രത്യക്ഷപ്പെട്ടു, 2 തിരിയിൽ, ഈ നീലത്തിരിയിൽ ഇങ്ങനെ 2 സ്ഥലത്തായിട്ട് കറങ്ങുന്നത് എന്താണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടൊന്നും അത് നിൽക്കുന്നില്ല, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ശ്രീലേഖ എന്ന് പറയുന്ന ഇവിടെ വരുന്നതാണ്, ഉടമ്പടി എടുത്തതാണ്. എൻ്റെ വീട്ടിന് ഒരു 3-4 വീട്ടിൻ്റെ അപ്പുറത്താണ്. ഞാൻ അങ്ങനെ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് അമ്മയെ കാണണമെങ്കിൽ നീ ഓടി വാ, എൻ്റെ ഫ്രണ്ട് ഡോറ് ചാരിയിട്ടേ ഉള്ളൂ, നീ കയറി വാന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് കയറി വന്ന് നോക്കിയപ്പോഴത്തേക്ക് 2 അമ്മമാരും ആ തിരിയിൽ കിടന്ന് കറങ്ങുകയാണ്. നമ്മൾ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവൾ അതിൻ്റെ മുമ്പ് മുട്ടുകുത്തി കരഞ്ഞ് അവൾ പ്രാർത്ഥിച്ച്. അങ്ങനെ അത് എനിക്കൊരു പ്രത്യേക അനുഭവമാണ്. അതേപോലെ തന്നെ ഞാൻ ഒരു ദിവസം രാത്രി കിടന്ന് ഉറങ്ങിയപ്പോൾ ഞങ്ങളെ വീട്ടിൽ അകത്ത പെയിൻ്റെന്ന് വെച്ചാൽ നീല പെയിൻ്റാണ്. ആ നീല പെയിൻറ്റിൽ രാത്രി 3 മണി 2:50 3 മണി ആവുമായിരിക്കാം. അപ്പോഴും കാണാം, എനിക്ക് എന്തോ തോന്നി, ഞാൻ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കാണാം ആ നീലയിൽ എൻ്റെ മാതാവ് നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ അവിടെ നിന്നും കൊണ്ടൊരു വിളിച്ച് എൻ്റെ ഭർത്താവ് എണീച്ചു വന്ന് കണ്ട്. ഈ കാര്യങ്ങളെല്ലാം എൻ്റെ ഭർത്താവ് കൂടെ കാണുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ 2 പേരും ഒത്താണ് പ്രാർത്ഥിക്കുന്നത്. എന്നെ കയ്യിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്ന എൻ്റെ ഭർത്താവാണ്. പ്രാർത്ഥനയായാലും എന്ത് കാര്യത്തിലായാലും. പിന്നെ അവർക്ക് കാലിന് നല്ല ഇതില്ലാത്തത് കൊണ്ടാണ്, എന്നാലും ഇവിടെ വരും, എല്ലാ മാസവും
ഇവിടെ വരും. ഇവിടെ വന്ന് അച്ഛൻ്റെ ധ്യാനവും കേട്ട് തന്നെ പോണത്. അതേപോലെ തന്നെ ഡെയിലി ഞങ്ങൾ ഈ ഡെയിലി ബ്രെഡ് കൂടുന്നതല്ലാതെ എല്ലാ ആഴ്ചയിലും ഇവിടെ വരാൻ പറ്റത്തില്ല. അതിനുള്ള സാമ്പത്തികം നമുക്കില്ല. ഞങ്ങൾ അച്ഛൻ്റെ ധ്യാനം വീട്ടിലിരുന്ന് ഒരു ദിവസം കേൾക്കും. അതേപോലെ ഈ ഡെയിലി ബ്രെഡ് കേട്ടതിന് ശേഷം ഞാൻ ഫോൺ കൊണ്ടുവന്ന് എൻ്റെ അടുക്കളയിൽ വെച്ച് ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത് ഫോൺ ഓൺ ചെയ്ത് വെച്ചാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതും ആ അച്ഛൻ ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതും എല്ലാം അതിലാണ് കാണുന്നത്. ഞാൻ ജോലിക്ക് പോകുന്നവരെ എൻ്റെ ഫോൺ ഓണാക്കി തന്നെയാണ് വെച്ചേക്കുന്നത്. എന്നും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പ്രേക്ഷിത പ്രവർത്തനമെന്ന് വെച്ചാൽ ഞങ്ങൾ ആശുപത്രി മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ 3 പേര് കൂടിയാണ് ചോറ് കൊണ്ട് കൊടുത്തത്. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് കൊണ്ടുപോയി നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ 3 പേരും 30 പൊതി വീതം വച്ച് കാറിൽ കൊണ്ടുപോയി ഒരു വണ്ടി വിളിച്ചാണ് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയി പാരിപ്പള്ളി പാമ്പ്രം മെഡിക്കൽ കോളേജിലാണ് കൊടുക്കുന്നത്. അത് 90 പൊതി കൊണ്ട് ചെന്നാലും 200 പൊതി കൊണ്ട് ചെന്നാലും ആ ഹോസ്പിറ്റലിൽ തികയത്തില്ല. അവസാനം ഞങ്ങൾക്കതൊരു സങ്കടമായി. എല്ലാവരും വന്ന് നമ്മളെ തോളിലടിക്കും കൊടുക്കാതിരിക്കുമ്പോഴത്തേക്ക്. നമുക്ക് ഈ കൊണ്ടുപോകുന്നതല്ലേ കൊടുക്കാൻ പറ്റൂ. അങ്ങനെ 2-3 തവണ ഞങ്ങളിങ്ങനെ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവസാനം ഞങ്ങൾ ഓരോരുത്തർക്കും 100 രൂപ വീതം ഞങ്ങളെ കയ്യിലുള്ള പൈസ കൊണ്ടുപോയി ചോറ് വാങ്ങിച്ച് തിന്നെന്നും പറഞ്ഞ് ഈ തികയാതെ വന്നവർക്ക് ഞങ്ങൾ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ മെഡിക്കൽ കോളേജിലല്ല കൊണ്ടുപോണത്, അനാഥാലയത്തിലാണ്. അനാഥാലയത്തിൽ കൊടുത്തുകൊണ്ടിരുന്നപ്പം അവർ 25 പേരുണ്ടെങ്കിൽ അവർ പറയും 40 പേരുണ്ടെന്ന്. അപ്പം നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അവർക്ക് പൈസ കൊടുക്കുക. അവർ പറയുന്ന എമൗണ്ട് കൂടുതലാണ്. ഞങ്ങൾ 3 പേര് കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ആയപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം 3 മണിയാകുമ്പോൾ അനാഥാലയത്തിൽ പോകും. ചെന്ന് അവർക്കെല്ലാവർക്കും തൈലം തൊട്ട് പ്രാർത്ഥിച്ച് കൊടുത്തതിന് ശേഷം ബ്രെഡ്, പാല്, പഴം ഇതെല്ലാം വാങ്ങി വൈകുന്നേരത്ത് അവർക്കുള്ള ഭക്ഷണം ഞങ്ങൾ കൊണ്ടു കൊടുക്കും. ഞങ്ങൾ 3 പേരാണ് കൊണ്ടു കൊടുക്കുന്നത്. ചിലപ്പോൾ 2 പേര് കൂടിയായിരിക്കും. ഷെയർ ഇട്ട് പൈസ ഇട്ടാണ് എടുക്കുന്നത്, ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്ക് കൊടുക്കാനുള്ള സാമ്പത്തികം എനിക്കില്ല. അതായാൽ ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കും. അത് എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ പത്രം ഞാൻ കൊടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ തൈലം തൊട്ട് വൈകിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പത്രം കൊണ്ടുവച്ച് മൊത്തം പത്രവും പ്രാർത്ഥിച്ചാണ് ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നത്. അതും പാമ്പ്ര മെഡിക്കൽ കോളേജിലാണ് കൊടുക്കുന്നത്. കൊടുത്തിട്ട് എല്ലാവരുടെ അടുത്തും പറയും, നിങ്ങൾ കൃപാസനത്തിൽ പോവുക, നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മ സാധിച്ചു തരുമെന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. ഇത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോയും അമ്മയുമാണ് നടത്തി തന്നത്. എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഞാൻ എവിടെ പോയാലും ഈശോയും അമ്മയും ഇടവും വലവും നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങിയാൽ എനിക്ക് എല്ലാ കാര്യവും സാധിക്കും. എനിക്ക് ഒരു ബുദ്ധിമുട്ടും എൻ്റെ അമ്മ ഇതേവരെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. ഞാൻ വളരെ ബുദ്ധിമുട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ അമ്മയിൽ ആശ്രയിച്ചതിന് ശേഷം എനിക്ക് ബുദ്ധിമുട്ടേ ഇല്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു പോകുന്നു. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വചനമാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായ വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഇന്നത്തെ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ ഉടമ്പടിയിലൂടെയാണ് നമ്മൾ ഒരു ശ്രേഷ്ഠ ജനതയായി മാറുന്നത്. ഈശോയുടെ മമ്മിയുടെ സാന്നിധ്യം അടുത്തറിയുന്ന ആ ശ്രേഷ്ഠ ജനതയായി മാറാൻ സാധിക്കുന്ന ഉടമ്പടിയിലൂടെയാണ്. അങ്ങനെ തന്നെയാണ് ഈ സഹോദരി സുജാതയുടെ ജീവിതത്തിൽ ഈശോയുടെ മമ്മയും ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചത്. കാരുണ്യ പ്രവൃത്തികളാണെങ്കിൽ തന്നെയും സ്വയം ചെയ്യുവാനായിട്ട് കൂട്ടുകാരോട് കൂടെ ചേർന്ന് നിന്ന് അനാഥാലയത്തിൽ പോയി ബ്രെഡും പഴവും എല്ലാം മേടിച്ച് കൊടുത്ത് അവരുടെ കൂടെ സമയം ചെലവഴിച്ച് ഈശോയും മമ്മയെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അവരുടെ ആ തീഷ്ണതയാണ്. ഈശോയുടെ മമ്മയും അടുത്തറിഞ്ഞ നിമിഷം മുതൽ മറ്റുള്ളവർക്ക് വേണ്ടി അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീഷ്ണതയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിലും കാരുണ്യ പ്രവർത്തനത്തിലുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈശോയുടെ മമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ നാം ഒരു ശ്രേഷ്ഠ ജനതയാവുകയാണ്. ദൈവം സമീപസ്ഥനാവുകയാണ്. ഏത് നിമിഷവും വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും നമ്മൾ ഓരോരുത്തർക്കും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കുവാനുള്ള അവസരത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. സുജാത മധുസൂദനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹം, പ്രത്യേകിച്ചും ഈ രോഗസൗഖ്യം സമയ ചുരുക്കത്തിനുള്ളിൽ രോഗസൗഖ്യം നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് മഹത്വപ്പെടുത്താം.
യേശുവെ നന്ദി, യേശുവെ സ്തുതി. ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.